ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശീശു. എല്ലാവരും സന്തോഷമായി ഇരിക്കണം കേട്ടോ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ കൂട്ടുകാരെ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? നിങ്ങൾക്ക് കേട്ടുകഴിഞ്ഞാൽ ഇഷ്ടമായോ എന്ന് ശീശുനോട് പറയണേ. ഹായ് കൂട്ടുകാരെ, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് നമുക്കൊരു മിടുക്കനായ പൂച്ചക്കുട്ടിയുടെ കഥ കേട്ടാലോ? അവൻ്റെ പേര് മിട്ടു. ഒരു ദിവസം രാവിലെ മിട്ടു ഉറക്കമുണർന്നപ്പോൾ ഒരു യാത്ര പോകണമെന്ന് തോന്നി. അങ്ങ് ദൂരെ നല്ലൊരു പൂന്തോട്ടം കണ്ടു. നിറയെ ചുവന്ന പൂക്കളും നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളുമുണ്ട്. മിട്ടുവിന് ആ പൂന്തോട്ടം കാണാൻ ഒരുപാട് കൊതിയായി. പക്ഷേ പൂന്തോട്ടം അവൻ്റെ വീടിൻ്റെ പിന്നിലായിരുന്നു. അവിടെ ഒരു വലിയ മതിലുണ്ടായിരുന്നു. ഈ മതിലെങ്ങനെ ചാടിക്കിടക്കും? മിട്ടു ചിന്തിച്ചു. അവൻ മതിലിലേക്ക് നോക്കി. അപ്പോൾ ഒരു കുഞ്ഞൻ പൂമ്പാറ്റ പറന്നു വന്നു. മിട്ടു, നിനക്ക് പൂന്തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഈ മതിലിൻ്റെ അടുത്ത് ഒരു ചെറിയ വഴി കാണും, പൂമ്പാറ്റ പറഞ്ഞു. മിട്ടു സൂക്ഷിച്ചു നോക്കി. അയ്യോ, ശരിയാണല്ലോ, മതിലിൻ്റെ താഴെ ഒരു ചെറിയ മാളം. ഓഹോ, ഇതിലൂടെ കടക്കാമല്ലോ, മിട്ടുവിന് തോന്നി. അവൻ മെല്ലെ ആ മാളത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി. കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും മിട്ടു മാളത്തിലൂടെ അപ്പുറമെത്തി. അവൻ പൂന്തോട്ടത്തിലെത്തി. പൂന്തോട്ടം നിറയെ മനോഹരമായ പൂക്കളും ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. മിട്ടു ഓരോ പൂവിനെയും മണത്തു നോക്കി. ചിത്രശലഭങ്ങളുടെ പിന്നാലെ ഓടിക്കളിച്ചു. അവന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിട്ടുവിന് നല്ല ദാഹം തോന്നി. അവൻ വെള്ളം അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഒരു കുഞ്ഞു കുളം മുന്നിൽ കണ്ടു. അതിൽ നല്ല തെളിഞ്ഞ വെള്ളം. മിട്ടു മെല്ലെ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. അവൻ കുനിഞ്ഞ് വെള്ളം കുടിച്ചു. നല്ല തണുത്ത വെള്ളം. ദാഹമെല്ലാം മാറി. മിട്ടുവിന് ഉന്മേഷമായി. മിട്ടുവിന് മനസ്സിലായി, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടില്ല. പക്ഷേ പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് വേണ്ടത് ലഭിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയണം. അങ്ങനെ ദാഹമെല്ലാം മാറ്റി സന്തോഷത്തോടെ മിട്ടു വീട്ടിലേക്ക് മടങ്ങി. അവൻ പുതിയൊരു വഴി കണ്ടെത്തിയതിലും പൂന്തോട്ടം കണ്ടതിലും തണുത്ത വെള്ളം കുടിച്ചതിലുമൊക്കെ വളരെ സന്തോഷവാനായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മിട്ടുവിൻ്റെ സാഹസിക യാത്ര? നിങ്ങൾക്കും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഇഷ്ടമാണോ?